ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ BRL നെക്സ്ട്ര എന്നൊക്കെ പറയുന്നൊരു മാപ്പ് ഉണ്ടല്ലോ. ആ മാപ്പിൽ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നതിനെപ്പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ വന്നുള്ള ഈ ലോഞ്ച് പാഡിൽ. ഈ ലോഞ്ച് പാഡ് നിങ്ങൾ ഞാൻ വിടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെയുള്ള എന്തോ ഒരു ഷീറ്റ് എന്തോ ഉണ്ടല്ലോ, അതിൻ്റെ മേലോട്ട് ജസ്റ്റ് നിങ്ങൾ ഞാൻ വിടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടൊന്നും എനിമീസ് ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല, പിന്നെ ഇങ്ങോട്ട് കയറാൻ യാതൊരു വഴിയില്ല. ഞാൻ കാണിച്ച 4 ഭാഗത്ത് കൂടെ മാത്രമേ ഇതിൻ്റെ മേലോട്ട് കയറാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഒന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എത്ര ആൾക്കാർ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നോക്കണമെങ്കിൽ നമ്മളിവിടെ വന്ന സമയത്താണെങ്കിൽ അവിടെ തന്നെ ഡ്രോപ്പ് അടിക്കുന്നത് അവൻ നൈസായിട്ട് നരുതിക്ക് നമ്മൾ ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തലക്ക് വെച്ച് അടിക്കാൻ നോക്കിയത് തലക്ക് വെച്ച് അടിച്ച് നൈസായിട്ട് അവന് ഫിനിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ കില്ലെടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് ജസ്റ്റ് അങ്ങോട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എംപ്ലോയീസിന് നമുക്ക് ആവശ്യമുള്ള വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എന്ത് സംഭവമാണ് ഇപ്പോൾ പ്ലെയിനിൽ നിന്നൊക്കെ ഇറങ്ങുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ഈ മാർക്കുന്നില്ല ഈ ഒരു സംഭവം, അത് നിങ്ങൾ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്തുള്ള എന്തോ ഒരു ടവർ എന്തോ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഞാൻ കാണിച്ചിരുന്ന സംഭവം എടുത്ത് നിങ്ങൾ ഈ ടവറിൻ്റെ മേലേക്ക് വന്ന് ഇറങ്ങുക കാണിച്ചത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉണ്ട്, നമ്മുടെ കയ്യിലുള്ള ഒരു വെൻറ്റിംഗ് മെഷീൻ പോലെ എന്തോ ഒരു സാധനം, അതെടുത്തിട്ട് നിങ്ങൾക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഇറങ്ങാൻ എനിമീസും ചിലപ്പോൾ ഇവിടെ ഇറങ്ങാറുണ്ടായിരിക്കും ഇടിച്ചു കൊല്ലാൻ, അതുപോലെ തന്നെ സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അവരെ കൊല്ലാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ആ ഒരു സാധനം എടുത്ത് ഇറങ്ങാൻ. അത് നിങ്ങൾ ഇതിൻ്റെ മേലെ സർവൈവ് വെച്ച് നിങ്ങൾക്ക് ഗണ്ണും കിട്ടും, നിങ്ങൾക്ക് കില്ല് കൊടുക്കുക, ആ ഒരു സംഭവം ഇട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് റാങ്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എത്ര പേർക്ക് അറിയാം അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമുള്ള വെറും ഒരു 3 ഗ്ലൂവാൾ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ 3 ഗ്ലൂവാളിടാൻ ശ്രമിക്കുക. ഈ ഒരു സ്പോട്ടിന് വെറും 3 ഗ്ലൂവാൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഒന്നിൻ്റെ മേലോട്ടായിട്ട് കറക്റ്റായിട്ട് തന്നെ ഇടുന്നത് ജസ്റ്റ് നിങ്ങളോട് ജമ്പ് ചെയ്ത് കയറുക. ഈ ഒരു ഗ്ലൂവാളിൻ്റെ മേലോട്ട് സ്കോപ്പ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ ചാടി കയറി നേരെ ജസ്റ്റ് അവിടെ ജോയിസ്റ്റിക്ക് നിങ്ങൾക്ക് ചാടുക വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഒന്ന് കടക്കുക ഇരിക്കുക ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മിസ് കാണത്തില്ല. ഈ ഒരു ഭാഗത്ത് വന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിക്ക് സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അത്ര വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ള സ്പോട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് ചിലപ്പോൾ എനിമീസ് അടിച്ച് കൊല്ലാൻ ചാൻസ് കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്പോട്ട് എവിടെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ 4ാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ലംബോർഗിനി, അത് നമ്മളൊരു കാറാണ് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചാടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ടായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കില്ലെടുക്കാൻ പറ്റില്ലെന്ന് കുറേ പേർക്ക് സംശയമുണ്ട്, ആ ഡൗട്ടൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കില്ലും കാര്യങ്ങളും എടുക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ചാനൽ പോയിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഹാക്കേഴ്സാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചീറ്റ് നമ്മുടെ അക്കൗണ്ട് വരെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നോക്കാൻ നമ്മൾ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിമീസ് പുറത്താണെങ്കിൽ നമുക്ക് അവരിനെ വെടിയേക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ അടിച്ചുപൊടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എനിമീസിനും കാര്യങ്ങളൊക്കെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 4ാമത്തെ ഐഡംപ്ലേസ് എന്ന് പറയുന്നത്. ഈ ഐഡംപ്ലേസ് എത്ര എടുക്കാറ് അതുകൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അതിനപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ 5ാമത്തെ ഐഡംപ്ലേസ് നമുക്ക് ആവശ്യമുള്ള ടെലിപ്പോർട്ടോ അങ്ങനെ എന്താണ് തോന്നുന്നത് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് എൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സംഭവത്തിന് നമ്മൾ പറയുന്നത് ടെലിപ്പോർട്ട്. എൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്നവരുടെ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഞാനിട്ട് വഴി നിങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഇടണം. ഇവിടെ വന്നിട്ട് കാണിച്ച് ഇവിടെ എനിമീസ് വരാത്തൊരു സ്പോട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കരുത്, ഇവിടേക്ക് ഇരുന്ന് ചിലപ്പോൾ നിങ്ങൾ എനിമീസ് കാണാൻ ചാൻസ് ഉണ്ട്. കിടക്കാൻ വെച്ച് നിങ്ങൾ എനിമീസ് കാണാത്തൊരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വന്ന പോലെ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു അരികിലായിട്ട് ഈ ഒരു മൂലക്കായിട്ട് വന്നിരിക്കും. ഞാൻ
അധികം സർവൈവ് ചെയ്യാറുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റും. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടേക്ക് ആയിരിക്കും നിങ്ങൾക്ക് നരതിക്കില്ലെങ്കിൽ അല്ലെങ്കിൽ എടുത്ത് ബോയെ മീറ്ററിങ് അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ 5ാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോകളൊക്കെ ശരിയാക്കാം.